ഹലോ ഫ്രണ്ട്സ്, NJP's കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൂവിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇൻട്രോ ആയിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മിക്കവാറും ഇങ്ങനെ എൻ്റെ വീട്ടിലെ എല്ലാ ചെടികളെയും നിങ്ങളിങ്ങനെ കാണേണ്ടി വരും കേട്ടോ. ഇന്നും കുക്കിംഗ് വ്ളോഗ് തന്നെയാട്ടോ മെയിൻ പരിപാടി. കുക്കിംഗ് ചെയ്യുന്നതും കാണിക്കാം, പിന്നെ നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാലോ. എന്നാ തുടങ്ങിയാലോ? ഈ വെള്ളത്തിലിട്ട് കാണുന്ന ഇത്രയും ഐറ്റംസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം മനസ്സിൽ ഓടുന്നുണ്ടാവും വല്ല തക്കാളി ഉള്ളിക്കറിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ളത്. എന്നാൽ അല്ല, വീട്ടിൻ്റെ തൊട്ടടുത്തുനിന്ന് കുട്ടികൾ നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. ആ വോയിസ് ഇതിലേക്ക് വരാം. നമ്മുടെ വ്ളോഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അതും കൂടി കിടക്കട്ടെ. ഓക്കെ, ഇതിലേക്ക് വേണ്ട മെയിൻ ആളെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് എന്തിനാണെന്ന്. അതിനു മുന്നേ ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ പറയാം. ഈ കാണുന്ന വല്യുള്ളി രണ്ടെണ്ണം ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ ഒരു കഷ്ണം തക്കാളി മാത്രം മതിയാവും. ബീൻസ് ഉപ്പേരിൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ആ തുള്ളി കളിക്കുന്ന വെള്ള പച്ചമുളക് അല്ലേ. ഇത് ഇവിടെ ഉണ്ടാക്കിയ പച്ചമുളകാണ്. അതും ഒരു 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും. ഇത്രയും ഐറ്റംസ് ആണ് ഈ വെള്ളത്തിൽ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ മാറ്റി എല്ലാവരും ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. കൂടാതെ മെയിൻ ആളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നേരത്തെ കണ്ട എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ ചെറിയുള്ളി പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ വലിയുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞു. കറിവേപ്പില അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാട്ടോ ഇത്. ഇതുണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാം. ചോറിന് കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കോ പൂരിക്കോ അതിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കാട്ടിത്തരാം. ഞാനിത് ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു ചെറിയ ചട്ടി ഗ്യാസിൽ വെച്ചു. അതിൽ വെള്ളം വറ്റുന്നത് വരെ ഇങ്ങനെ നോക്കി തട്ടി കളിച്ചു കേട്ടോ. ഒരു തുള്ളി വെള്ളം കൂടി വറ്റാനുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെളിച്ചെണ്ണ ഇവിടെ അടുത്തുനിന്ന് മേടിക്കുന്ന കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു മില്ലുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇതെല്ലാം കൂടെ ഞാൻ അതിലേക്ക് ഇടുക കേട്ടോ. കറിവേപ്പില ഇട്ടു. ശേഷം നന്നായിട്ട് ഇളക്കി. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയപ്പോൾ വല്യുള്ളി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. ഇതും കാരണം അടിയിലൊന്നും പിടിക്കരുതല്ലോ. പിന്നെ കുറച്ച് ഉപ്പിട്ടിരുന്നു കേട്ടോ, കാണിച്ചിട്ടില്ല. പിന്നെ ഒന്ന് മൂടി വെച്ചു. വളരെ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു. ഒരു 4-5 സെക്കൻഡ് എന്ന് പറയാം, കാരണം ഇത് നന്നായിട്ട് കുക്ക് ആവണ്ട. ശേഷം ഞാൻ പൊടികളൊക്കെ ഇട്ടു കേട്ടോ. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ. ഒന്നുകൂടെ പറയാം, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി. അടി പിടിക്കാതെ ഈ പൊടികളൊക്കെ നന്നായിട്ട് കുക്കാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി. ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഈ ചട്ടി ഇപ്പം പൊട്ടിപ്പോകുന്നു. പക്ഷെ സ്ലോലാട്ടോ ഇളക്കുന്നേ. വീഡിയോ ഫാസ്റ്റ് ആവുന്നോണ്ടാട്ടോ. പിന്നീട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടു. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇതും നന്നായിട്ട് ഇളക്കി. തക്കാളി കുക്കാവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു. ശേഷം ഒന്ന് വെന്തതിന് ശേഷമാണ് ഞാൻ ഗരം മസാല ഇടുന്നത്. എനിക്ക് ഈ മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെ ഒക്കെ കൂടെ ഗരം മസാല ഇടുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആട്ടോ കിട്ടുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള ടേസ്റ്റ്. ശേഷം നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചു. അത് വേവുന്ന സമയം കൊണ്ട് കോഴിമുട്ട നന്നായിട്ട് ഇളക്കി റെഡിയാക്കി. ഞാനിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിനി നന്നായി കുക്കാവട്ടെ. അങ്ങനെ ഈ രീതിയിലായപ്പോൾ ഞാനിതിൽ കുരുമുളക് ഇട്ടു. അങ്ങനെ ഒരു 2-3 സെക്കൻഡ് നന്നായിട്ട് ഇളക്കിയപ്പോൾ തന്നെ ആള് റെഡി ആയിട്ടോ. അങ്ങനെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഡിഷ് റെഡിയാക്കി. ഇത് ഞാനൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഈ ഉണ്ടാക്കിയത് എൻ്റെ മാത്രം ഫേവറേറ്റ് ആണ്. ഇനി സാധാ ഒരു കോഴിമുട്ടയും കൂടി നമുക്ക് പൊരിച്ചെടുക്കണം. നോക്കിയാലോ? ഈ ഇളക്കി കൂട്ടുന്നത് അതിലേക്കുള്ള ചേരുവകളാണ്. ഇതിൽ ഞാൻ ഇട്ടത് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമാണ്. ഈ ഉണ്ടാക്കുന്നത് അമ്മയ്ക്കാണ് കേട്ടോ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് സാധാ രീതിയിലുള്ളതാട്ടോ ഇഷ്ടം. ഈ പഴയ ആളുകൾക്ക് അധികം ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. അതുപോലെ ഒരു കൂട്ടത്തിലാണ് ആളും. അതുകൊണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കും. ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചീനച്ചട്ടി പോലത്തെ ഒരു പാത്രം വെച്ചു. അതിലേക്ക് കോഴിമുട്ടൻ്റെ കൂട്ടൊഴിച്ചു. ഈ സമയം കുരുമുളക് ഇട്ടു. പിന്നീട് ഇതുപോലെ തിരിച്ചിട്ടു. 2 സൈഡും നന്നായിട്ട് കുക്കായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു.
ഈ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ, വോയിസ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയത്. അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാത്രത്തിലേക്കാക്കി. നിങ്ങൾ കാണുന്നത് വെള്ളരിക്കറിയും അതുപോലെ ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കോഴിമുട്ട ഉപയോഗിച്ചുണ്ടാക്കിയ 2 കാര്യങ്ങളും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിലുള്ള കാഴ്ചകൾ, ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്ളോഗുകളിൽ ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ എൻ്റെ ഹാപ്പിനെസ്സാണ്, അതുപോലെ അല്ലെങ്കിൽ ഞാൻ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിന് കമൻറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ബൈ.